ഇന്ന് വീക്കെൻഡ് ആണ് കേസ്. അപ്പൊ എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. എത്ര സ്പീഡാക്കിയാലും ഇവിടുത്തെ ലോഡിനൊരു കുറവില്ല. ഞാൻ വിചാരിക്കും ഇവൾക്ക് വീട്ടിലൊന്ന് അലക്കിക്കൂടെ. എന്തായാലും പണി തീർക്കാണെങ്കിൽ നമുക്ക് തിരുവണ്ണനെ വേണം. തിരുവണ്ണൻ മനസ്സിലായി ആള് ട്രാപ്പായി. തിരുവണ്ണന്റെ കടാക്ഷൻ കൊണ്ട് പണിയെല്ലാം പെട്ടെന്ന് തീർന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ റൂമിൽ പോയി പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യും. പുറത്താണെങ്കിൽ 1 മണിക്കൂറായി ചെക്കന്മാരെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി കയറി എല്ലാ കസ്റ്റമറിനുള്ള ദേശീയ വണ്ടിയിൽ അങ്ങോട്ട് തീർത്ത് ഇപ്പൊ ഒരു സമാധാനം. അങ്ങനെ ഗൈസ് ഫൈനലി ഇതാ നമ്മളെ സ്പോട്ട് എത്തി. അല്ലേ തന്നെ ഖത്തർ ഇപ്പൊ ഒടുക്കത്തെ തണുപ്പ്. അപ്പൊ തണുപ്പിന്റെ ഏറ്റവും അങ്ങേയറ്റുള്ള സീ ലൈനാണ് ഇപ്രാവശ്യം നമ്മൾ പിടിച്ചത്. ചാർക്കോൾ കത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലത്തെ 2 വെള്ളക്കെട്ടിട്ടാൽ ഏത് ചാർക്കോളും ഏത് തണുപ്പത്തും കത്തും. അങ്ങനെ ഇത് ഷായിലാണെങ്കിൽ ചിക്കന്റെ കാര്യം മൊത്തമായിട്ട് ഏറ്റെടുത്ത്. പിന്നെ ഇതാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സലാഡ്. അപ്പൊ അതിന്റെ കാര്യം മൊത്തം ചുറി ഏറ്റെടുത്തു. ക്യാരറ്റ് ഒക്കെ സാമ്പാറിന് വെട്ടുന്ന പോലെയാണ് വെട്ടും. അങ്ങനെ ഈ വെട്ടിക്കൂട്ട് ഐറ്റംസിലേക്ക് മുളക് മസാല കൂടി ചേർത്തപ്പോൾ നമ്മൾ ഐറ്റം റെഡി. സലാഡ് ആണെങ്കിലും മക്കളെ ഒരു രക്ഷയിൽ അടിപൊളി സാധനം. ഇനിയിപ്പോ ഫുഡ് റെഡി ആവാൻ കുറച്ച് ടൈം കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ കുക്കിംഗ് അറിയാത്തവർ വന്നിട്ട് കുറച്ച് പന്തട്ടി. അങ്ങനെ കഴിച്ചത് അപ്പയൊക്കെ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അൽഫാം ഒക്കെ ഇത് നല്ല കിണ്ണം പോലെ ഉണ്ട്. 2 പൊറോട്ട, 1 അൽഫാം, കുറച്ച് മൈനസ്. ഇതാണ് നമ്മളെ കണക്ക്. അങ്ങനെ എല്ലാവരും കൂട്ടം കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ച്. അങ്ങനെ അതും കഴിഞ്ഞ് എല്ലാവരും കൂടി തീന്റെ മുമ്പിൽ കൂട്ടം കൂടി ഇരുന്നിട്ട് അവിടെ ഡാൻസായി പാട്ടായി. എന്തായാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയായി ഇന്നത്തെ. അവസാനമായിട്ട് വോളിബോളും കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ന്യൂ ഇയറിന് കാണാമെന്നാണ് അവർ പറയുന്നുള്ളത്. ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.